അപ്പോൾ എല്ലാവരും വിഷു കടിച്ചു പൊളിച്ചു സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും കൂടെ വിഷു നന്നായി ആഘോഷിച്ചു. വിഷുവിന്റെ ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. ആ ചെറിയ മടിയിലൊക്കെയാണ് ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ദിവസമായില്ലേ മര്യാദക്കുള്ള ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ട്. മടിയല്ല, മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസി എന്നാണ് ഞാൻ മീൻ ചെയ്തത്. എന്താ ആഗ്രഹം നോക്കി. അപ്പോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ദാൽ ഫ്രൈന്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലെ, നോർത്ത് ഇന്ത്യൻ രീതിയിൽ എങ്ങനെയാണ് ദാൽ കറി ചെയ്യാന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി. ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ദാൽ ഫ്രൈ നമുക്ക് പല രീതിയിലും ചെയ്യാം. പക്ഷെ ഇതാണ് എൻ്റെ വേർഷൻ. നമ്മൾ സാധാരണ പരിപ്പ്, അതായത് തൂവരപ്പരിപ്പ് വെച്ച് ചെയ്യാം, അതുപോലെ തന്നെ കടലപ്പരിപ്പ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടി ചെയ്യാം. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ കുറേ പേര് പറയാറുണ്ട്, എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. ഞാൻ പല വീഡിയോസിലും എടുത്ത് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് ഞാൻ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും മാത്രമേ വരുള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ളതും അതേസമയം ടേസ്റ്റി ആയിട്ടുള്ളതുമായ ദാൽ ഫ്രൈ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ദാൽ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ഗ്ലാസ് തൂവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തൂവരപ്പരിപ്പില്ല, തൂവരപ്പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ്. പക്ഷേ അതേസമയം നിങ്ങൾക്ക് തൂവരപ്പരിപ്പ് അതിന് പകരമായിട്ട് കടലപ്പരിപ്പ് ഉപയോഗിക്കാം, മസൂർ ദാൽ ഉപയോഗിക്കാം, ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ചിലർ പകുതി, അതായത് പകുതി കടലപ്പരിപ്പും പകുതി തൂവരപ്പരിപ്പും ഉപയോഗിക്കാം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ഞാൻ സാധാരണ രീതിയിൽ തൂവരപ്പരിപ്പാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാനിവിടെ 1/2 ഗ്ലാസ് തൂവരപ്പരിപ്പിൻ്റെ അളവാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായി വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിവിടെ കിട്ടുന്ന തൂവരപ്പരിപ്പ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. അതേസമയം നാട്ടിലൊക്കെ കിട്ടുന്ന പരിപ്പാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ 20 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഞാൻ തൂവരപ്പരിപ്പ് വാഷ് ചെയ്ത് ഒരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഒഴിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഞാൻ. കാരണം ഇത് പരിപ്പ് കറി എന്ന് പറയുമ്പോൾ കുറച്ച് ഇച്ചിരി ലൂസായിട്ടിരുന്നാലാണ് തണുക്കുമ്പോൾ അത് റിയൽ ആയിട്ടുള്ള കൺസിസ്റ്റൻസി വരുള്ളൂ. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം കുറച്ച് ഇടുക, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കിവിടെ കിട്ടുന്ന പരിപ്പ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒരു വിസിൽ വന്ന ഉടനെ തന്നെ ഞാൻ അങ്ങ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഓവറായിട്ട് അങ്ങ് കുക്കായി പോവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യുന്നത്. അതേസമയം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പരിപ്പ് എങ്ങനെയാണ് അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പരിപ്പിൻ്റെ കുക്കിംഗ് ടൈം തീരുമാനിക്കാൻ. അപ്പോൾ കുക്കർ അടയ്ക്കുക. ഞാൻ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് അവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് അടുപ്പത്ത്. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള സവാളയും എല്ലാ കാര്യങ്ങളും വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. ആ കടായിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലിന് പകരമായിട്ട് ബട്ടർ ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ബട്ടർ ആണെങ്കിലും നെയ്യാണെങ്കിലും ഓയിലാണെങ്കിലും 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഇതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചെറുതായി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് വറ്റൽമുളക് സാധാരണ മുളകില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടമുളകാണ് ഇടുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചൂടായ എണ്ണയിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അതായത് ക്യൂമിൻ സീഡ്സ് കേട്ടോ. ചെറിയ തീയിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇട്ട വശം തന്നെ അത് കരിഞ്ഞു പോകും. അതിലോട്ട് ഞാൻ ഒരു 3-4 കറിവേപ്പില മുറിച്ചിടുന്നുണ്ട്. കേരള ഡിഷസിൽ നമ്മൾ കടുകാണ് പൊട്ടിക്കാറ്. അതിന് പകരം നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ അവർ ജീരകമാണ് പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജീരകം ഇങ്ങനെ പൊട്ടിക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീരകത്തിൻ്റെ പൊടി അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ജീരകം പൊട്ടിക്കുന്നുണ്ട്. ജീരകമൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു വലിയ സവാളയുടെ പകുതി അല്ലെങ്കിൽ ചെറിയ സവാള വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിത് ചേർക്കുന്ന സമയത്ത് തീ ചെറിയ ഫ്ലെയിമിൽ ഇടണം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാം 3-4 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ ഇഞ്ചി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കൊത്തിയരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി. അത് അല്ലിയുടെ കണക്ക് പറയുകയാണെങ്കിൽ 2 വലിയ വെളുത്തുള്ളി, പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കാം.
ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് വാടിയാൽ മാത്രം മതി. അതായത് സവാള, അതേപോലെ തന്നെ അതിൽ ചേർത്തിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. അതല്ലാതെ ഒരുപാട് നേരം നമുക്ക് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഒരുപാട് നാളെ എൻ്റെ അടുത്ത് ദാൽ ഫ്രൈൻ്റെ റെസിപ്പി ചോദിക്കുന്നു. പലരും പല രീതിയിലാണ് ദാൽ ഫ്രൈ ചെയ്യുക. പക്ഷേ ഇതാണ് എൻ്റെ ഫേവറേറ്റ് റെസിപ്പി എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ കടലപ്പരിപ്പ് വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ തൂവരപ്പരിപ്പ് വെച്ചും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം ഇതാണ് നമുക്ക് എനിക്ക് തോന്നുന്നു പരിചയിച്ചിട്ടുള്ള ടേസ്റ്റ് ഇതല്ലേ, നമ്മുടെ തൂവരപ്പരിപ്പിൻ്റെ ടേസ്റ്റാണ് കുറച്ചും കൂടി ഇഷ്ടം. അതേസമയം എൻ്റെ മോന് കടലപ്പരിപ്പ് വെച്ചുണ്ടാക്കുന്ന ദാൽ ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടം. പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ചെന്നാ ദാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതെപ്പോഴും ആലോചിക്കുക. അതനുസരിച്ച് വേണം ഇതിൽ ഉപ്പ് ചേർക്കാൻ. പരിപ്പ് കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഉപ്പ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ പരിപ്പിൽ ഉപ്പ് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ പരിപ്പിൽ ഉപ്പ് ചേർത്ത് വേവിക്കുന്നത്. ഇതിൽ കറിവേപ്പില ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ കറിവേപ്പിലയുടെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഡിഷസിലും കറിവേപ്പില അവർ ഇടാറുണ്ട്, പക്ഷേ കൂടുതലും മല്ലിയിലയാണ് ചേർക്കുന്നതെന്ന് മാത്രം. പക്ഷേ കറിവേപ്പില നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് 2 എരിവുള്ളതാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മതിയാകും. ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. നമ്മൾ പൊടികളിടുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ചിടുക, അതിന് ശേഷം മാത്രം കൂട്ടി കൊടുത്താൽ മതി. അതെല്ലാം എന്നുണ്ടെങ്കിൽ പൊടികൾ ചേർക്കുന്ന വശം തന്നെ പൊടികളെല്ലാം കരിഞ്ഞു പോകും. നമുക്കിനി ഇതിലോട്ട് അല്പം കസൂരി മേത്തി, അതായത് ഉലുവയുടെ ഇല ഉണക്കിയതാണിത്, 2 നുള്ളി ഇട്ട് കൊടുക്കാം. അതിന് അതിൻ്റെ ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ വരും നമ്മുടെ കറിക്ക്. നിങ്ങളുടെ അടുത്ത് ഉലുവയുടെ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇത് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഒരു നുള്ളി കായത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ അതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ കസൂരി മെത്തി, അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളി, ഒരു ചെറിയ നല്ല പഴുത്ത തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. ഇത് നന്നായി കുക്കായി വരുമ്പോഴേക്കിനും നമ്മുടെ അപ്പുറത്തെ അടപ്പിലുള്ള പരിപ്പും കുക്കായി കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഈ തക്കാളി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നോൺ സ്റ്റിക്ക് കടായി അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചീനച്ചട്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് തക്കാളിയൊക്കെ ഇടുമ്പോൾ. ഇത് പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചൊന്ന് നന്നായിട്ട് കുക്കാവണം. ഈ തക്കാളിയുടെ ഒക്കെ പച്ചച്ചോവ നന്നായിട്ട് മാറണം. ഓക്കെ, നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. ആ സമയം കൊണ്ട് ഞാനിതേ ഇവിടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ അപ്പം തന്നെ ഓപ്പൺ ചെയ്തു. പരിപ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം എൻ്റെ പരിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പരിപ്പ് കാണാൻ പറ്റും, അതേസമയം നന്നായിട്ട് അങ്ങ് കുക്കായിട്ടുണ്ട്. ഈ ഒരു പരിവായിരിക്കണം, അല്ലാതെ ഓവറായിട്ട് അങ്ങ് എന്താ പറയുക ഉടഞ്ഞ് ഒട്ടും വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല. നമുക്ക് പരിപ്പ് കാണണം, എന്നാലാണ് പരിപ്പ് കറിയിലേക്കിടെ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. ഞാൻ നമ്മുടെ ഉള്ളിമുളകും കുത്തി കാച്ചുന്ന പരിപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത കാര്യം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പാണെങ്കിൽ കുറച്ച് നേരം സോക്ക് ചെയ്തിട്ടിട്ട് ഇതുപോലെ തന്നെ ഒറ്റ വിസിലങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏത് പരിപ്പാണെങ്കിലും ശ്രദ്ധിക്കുക, ഓവറായിട്ട് അങ്ങ് മാഷ് ആവാൻ പാടില്ല, അതേസമയം കുക്കായിട്ടുണ്ടാവണം കേട്ടോ. അതേസമയം ചില ആൾക്കാർക്ക് നന്നായി കുഴഞ്ഞിരിക്കുന്ന കറിയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. കാരണം ഇത് ഇരിക്കുമ്പോൾ നല്ല തിക്നെസ് വരും. അപ്പോൾ ഓവറായിട്ട് തിക്കായി കഴിഞ്ഞാൽ നമ്മൾ കറി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ചാറിൻ്റെ കൺസിസ്റ്റൻസി മാറ്റം വരുത്താം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, അതേസമയം പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലോ അപ്പുറത്തെ അടുപ്പത്ത് അല്പം മുളക് പൊടി ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് ഞാൻ നോക്കട്ടെ. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഒരല്പം മാത്രം. എരിവൊക്കെ കറക്റ്റാണ്.
പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാന നിമിഷം ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം, അത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ധാബയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ലെമൻ്റെ വെഡ്ജ് ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് സവാള ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുന്നില്ല, കാരണം അത്യാവശ്യം പുളിയുണ്ട്. എൻ്റെ തക്കാളി അത്യാവശ്യം പുളിയുള്ള തക്കാളി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിയില, ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇടണം, ആദ്യം വേണമെങ്കിൽ കുറച്ച് ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് അതങ്ങ് തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ കറി നന്നായി ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ടേസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് ഒന്നും കൂടെ ടേസ്റ്റ് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് തണുക്കുമ്പോൾ തിക്കായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് ഒരു 3 മുതൽ 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത്. നിങ്ങൾ എന്നോട് ഒരുപാട് നാളായി ഇത് റിക്വസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ എന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത്, അതായത് പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ ദാൽ ഫ്രൈ ഉണ്ടാക്കുക. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ലേറ്റ് ആവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് എന്തായാലും ഇടുന്നത്. അപ്പോൾ രാത്രി പിള്ളേർക്ക് ചപ്പാത്തിയുടെ കൂടെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് മതി, ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്, കാരണം ഇതിലിപ്പോൾ എല്ലാം ഉണ്ട്. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ കസൂരി മേത്തി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കസൂരി മേത്തിയുടെ ഫ്ലേവർ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉലുവയുടെ ഇല ഇല്ലെങ്കിൽ ഉലുവയുടെ പൊടി അല്പം ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ എന്നാൽ ഉലുവയുടെ ഇല കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഫ്ലേവറും ഉലുവയുടെ പൊടിക്ക് കിട്ടില്ല. അതുകൊണ്ട് കസൂരി മേത്തി നമ്മൾ എപ്പോഴും വീട്ടിൽ വാങ്ങിച്ച് വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ. ഇപ്പോൾ കസൂരി മേത്തി ഇപ്പോൾ നാട്ടിലും എല്ലായിടത്തും അവൈലബിൾ ആണ്. കസ്തൂരി മേത്തി എന്ന് ചോദിക്കാൻ പാടില്ല, കസ്തൂരി അല്ല കസൂരി മേത്തി എന്നാണ് അതിനെ പറയുക കേട്ടോ. പലരും കസ്തൂരി മേത്തി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അത് തെറ്റാണ്. കസൂരി മേത്തി എന്നാണ് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാനേ. ഈ റെസിപ്പിയിൽ ഞാൻ നെയ്യ് ഉപയോഗിച്ചിട്ടില്ല, കാരണം ഇവിടെ ആർക്കും നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓയിലിന് പകരം നെയ്യ് ഉപയോഗിക്കാം. വളരെ സിമ്പിളാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചപ്പാത്തിയുടെ കൂടെ ഈവൻ ദോശയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ദാൽ ഫ്രൈ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തണുക്കുമ്പോഴും ഓവറായിട്ട് അങ്ങ് തിക്കായിട്ട് മാറില്ല. ഓക്കെ, ചിലവർ ഇതിൽ മല്ലിപ്പൊടി ഇടാറുണ്ട്, പക്ഷെ ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ. അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അവസാനമായിട്ട്. പക്ഷേ ഞാൻ ഗരം മസാല ഇടുന്നില്ല, എനിക്ക് ഗരം മസാലയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഗരം മസാല ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം, അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കാം, അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഈ കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെമൺ വെഡ്ജും കുറച്ച് സവാള കൊത്തിയരിഞ്ഞതും വെക്കുക, അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യുക കേട്ടോ. നമ്മുടെ ദാൽ ഫ്രൈ തണുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ ഇരിക്കുന്നത്. അതായത് ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയാണ് ദാൽ ഫ്രൈൻ്റെ ശരിയായ രീതിയിലുള്ള കൺസിസ്റ്റൻസി. ഇതിനേക്കാളും ലൂസ് ആവാനും പാടില്ല, അതേസമയം ഇതിനേക്കാളും തിക്കാവാനും പാടില്ല. ഇതാണ് നമ്മൾ ധാബയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടാറുള്ള കൺസിസ്റ്റൻസി അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മൾ ദാൽ ഫ്രൈ ട്രൈ ചെയ്യുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. എന്താണ് പ്രശ്നം? എനിക്ക് ഡബിൾ ചിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പൊ. മണ്ണ് വെച്ചിട്ട് ഡബിൾ ചിൻ കുറയ്ക്കാൻ വേണ്ടിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും. എന്താണ് എക്സസൈസ്? നമ്മള് സീലിംഗ് നോക്കിട്ട് ഉമ്മ കൊടുക്കുക. And hope this is not top. You have to hold it for 5 seconds. Mati. You don't really have to say X. അതിന് ഓം എന്ന് പറയണ ആ സെയിം ഇമ്പാക്റ്റാ. ഓം. ഓ അതേ ഒരു പണിയില്ലാത്ത ആൾക്കാർ നിലാവത്ത് അയച്ചുവിട്ട് കോഴിയുടെ പോലെ ഇങ്ങനെ നടന്നാൽ മതി. എനിക്ക് നാളെ ഓഫീസിൽ പോകണം കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്.